കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ആമ്പൽ വസതമൊരുക്കി കണ്ണൂർ തളിപ്പറമ്പ് കുന്നൂൽക്കാവ് തുരുത്തിയിലെ ആമ്പൽപ്പാടം. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് ഈ ആമ്പൽപ്പാടം കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. ആമ്പൽപ്പാടത്തിന്റെ ഭംഗി കണ്ടറിയാനായി സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടേക്ക്. തുരുത്തി പ്രദേശത്തെത്തിയാൽ ആരുമൊന്ന് നോക്കി നിന്നുപോകും. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ആമ്പൽപ്പാടം ഏവരുടെയും കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കും. കഴിഞ്ഞ കുറേ കാലമായി കൂവോട് നിവാസികൾ കണികണുടരുന്നത് ഈ മനോഹര ദൃശ്യമാണ്. അന്യസംസ്ഥാനത്തു നിന്ന് പോലും ആമ്പൽപ്പാടം കാണാനും ഫോട്ടോ എടുക്കാനും ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. സേവ് ദ ഡേറ്റിനും വെഡ്ഡിംഗ് ഷൂട്ടിനുമുള്ള ഇഷ്ട ലൊക്കേഷനായി ഇവിടം മാറിക്കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ വഴി ആമ്പൽപ്പാടത്തെക്കുറിച്ച് കണ്ടറിഞ്ഞവരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. നമ്മളിവിടെ ആമ്പൽ തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലമായി. പുറം രാജ്യങ്ങളിൽ നിന്ന് കാസർഗോഡ്, കർണാടക ഇവിടെ നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് തലേന്ന് പറഞ്ഞാൽ പൂവെല്ലാം ശേഖരിച്ച് നമ്മൾ സെറ്റാക്കി വെക്കും. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഷൂട്ടിന് 3000 രൂപ നമ്മൾ മേടിക്കുന്നുണ്ട്. 2 കുട്ടികൾ ഇതിന് ഇറങ്ങും, അവർക്കും കൊടുക്കും. നമുക്ക് തോണി എന്ന് പറഞ്ഞാൽ തോണിക്ക് ഒരു വാടക തരും അവർ. കല്യാണത്തിൻ്റെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഉപ്പുവെള്ളം കയറിയാൽ ഇത് കുറയും. പക്ഷേ അണക്കെട്ട് നല്ല ഇപ്പം ഇനി അണക്കെട്ട് ക്ലിയർ ആയതുകൊണ്ട് എപ്പം ഉണ്ടാവും. ഇപ്പം നമ്മൾ അണക്കെട്ട് അന്നേരം ലീക്കായിരുന്നു, ഇപ്പം പുതിയ അണക്കെട്ടാക്കി. ഇനി എപ്പം ആമ്പലുണ്ടാവും. ഇത് ഒരു 9 മണിയാകുമ്പോൾ രാത്രി 9 മണിക്ക് വിരിയും. ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഇത് 10:30 ആകുമ്പം നല്ല വേലാണെങ്കിൽ മൂടും. പിന്നെ ആദ്യം ഒരാഴ്ച വരെ ഈ പൂ വിരിഞ്ഞിട്ട് മൂടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും, പിന്നെ കൊഴിഞ്ഞു പോകും. വഞ്ചിയിൽ കയറി ആമ്പൽപ്പൂക്കളെ തഴുകിയുള്ള യാത്ര മറക്കാനാകാത്തതാണ്. രാവിലെ 6 മുതൽ 10 വരെയാണ് ആമ്പൽ കാഴ്ചകൾക്ക് പറ്റിയ സമയം. പ്രിയപ്പെട്ടവർക്കൊപ്പം സമയം ചെലവിടാനും ഫോട്ടോ എടുക്കാനും പ്രായഭേദമന്യേ ഒട്ടേറെ ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ജനം, കണ്ണൂർ.